വൃദ്ധ ദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ. വേലക്കാരൻ അറസ്റ്റിൽ. കേട്ടോടി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി, വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്റെ പിശുക്കാന്നല്ലേ? ഇപ്പൊ കണ്ടോ, പിടിച്ചു നിർത്തിക്കോ രണ്ടു എണ്ണത്തിന്. കാലത്തെ എണീച്ച് നോക്കുമ്പോ തല കാണില്ല. അല്ലേലും തലയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, തല പോണെങ്കിൽ പോട്ടെ, അത് പോല്ല. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ? ദേ മോൻ വന്നു. ആ, ഇറങ്ങിപ്പോങ്ങിന്റെ സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ജമ്മ ഇങ്ങോട്ടില്ലാന്ന്. ഇപ്പോഴത്തെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്താണാവോ? പണം വേണമായിരിക്കും അല്ലേ? തരില്ല. എനിക്ക് വേണ്ടായേ, കാശ് കിട്ടി. ഞാനൊരു ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാ മോനെ? ഇലക്ട്രിക്കൽ ഗുഡ്സ്, ക്രോക്കറീസ്, റെക്കോർഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം. അപ്പൊ കാശ് കുറെ ആയിക്കാണല്ലോ. കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപയായി. കുറച്ച് ബാങ്ക് ലോണിനുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് എവിടെ നടാ 1.5 ലക്ഷം രൂപ? അച്ഛൻ പറഞ്ഞെന്ന വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത്. വഴി കാണിച്ചു തന്നതിന് നന്ദി പറയാൻ വേണ്ടി വന്ന ഇപ്പം. ഞാൻ കാണിച്ച വഴിയോ? ഏത് വഴി? മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ? മോഷ്ടിച്ചു. ഒരിടത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു. രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി. ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു. തലേന്റെ അടിയിൽ നിന്ന് താക്കോലെടുത്തു, സേഫ് തുറന്നു, കാശെടുത്തു. തലേന്റെ അടിയിൽ തന്നെ താക്കോല് വെക്കുകയും ചെയ്തു. അവര് നിന്റെ പേര് കേസ് കൊടുത്ത് കാണും. അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അറിയാൻ പോകുന്നേ ഉള്ളൂ. എവിടെന്നാ മോനെ നീ മോട്ടിച്ചത്? ഇവിടുന്ന് തന്നെ. ആ തെക്കേ പറമ്പ് വിറ്റ 1.5 ലക്ഷം രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ, അത് തന്നെ. സ്വന്തം തന്തയുടെ തലയിൽ തന്നെ ചവിട്ടിയിലോടാ സാമദ്രോഹി. മര്യാദയ്ക്ക് ചോദിച്ചപ്പോ തരത്തില്ല. പോയി മോഷ്ടിക്കാൻ പറഞ്ഞു. അച്ഛൻ അറിയാലോ, അച്ഛൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കുന്ന മോനെ ഈ ഗോപാലകൃഷ്ണൻ. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും. പോലീസിനെ വേഗം വിളിച്ചാട്ട്. കണക്കില്ലാതെ ഇൻകം ടാക്സ് വെട്ടിച്ച കാശല്ലേ ഇത്? പോലീസ് കേട്ടെ ഞാൻ പറയും. ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെ ലിസ്റ്റ് എന്റെ ഉണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ജയിലിപ്പാം. എടി കല്യാണി, എടി സത്യം പറഞ്ഞോ, ഇവൻ ആരുടെ മോനാ? എന്റെ മോൻ തന്നെയാണോ? ഇപ്പഴാ എനിക്ക് തീർച്ചയായത് ഇവൻ നിങ്ങളുടെ മോൻ തന്നെയാണെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും കുരുത്തക്കിടവൻ ചെയ്യത്തില്ല. എന്റെ മാട്ടേക്കാട്ടമ്മേ, ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി, അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി, അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാശ് സമ്പാദിച്ചാൻ. പക്ഷെ ഒരു കുഴപ്പമുണ്ടാച്ചാ, ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവൻ കോഴിയാണെങ്കിലോ തെണ്ടിയോ? അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 1.5 ലക്ഷം രൂപ എന്റെ സേഫിനകത്ത് ഇരിക്കുവായിരുന്നല്ലോ. എന്റെ പൊന്നു മോനല്ലേ, എന്റെ പൊന്നു ഗോപാലകൃഷ്ണ, അച്ഛന്റെ കാശ് കൊണ്ട് മടക്കിത്താ. നിന്റെ ഈ പ്രായത്തിന് നിനക്കൊരു 100 രൂപയുടെ ബിസിനസ് ചെയ്താ പോരെ മോനെ? സൗകര്യമില്ല. തീർച്ചയായും എറണാ മണിക്ക് കൊടുത്തു പോകാൻ തന്നെ വന്നത്. പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഗുഡ് ബൈ. അങ്ങനെ തന്നെ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. താനാണോ ഈ ഇടിയൻ ലംബോദരൻ? അതെ. അല്ല, തനിക്ക് ഈ പേര് കിട്ടിയത് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ? ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാര് പറയും. അത് അസൂയ. സത്യം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പരദൂഷണമാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പറയുന്ന ആരെയും താൻ ഇടിക്കും. ഇടിക്കും. വേണ്ടി വന്നാൽ തന്നെ ഇടിക്കും. മല്ലികേ, ഇവിടെ വാ. ഇവിടെ വരാൻ ആരാടി നിന്റെ കൂടെ കണ്ട പൂവാലം ചെറുക്കൻ? ആരുമില്ല. എടി സത്യം പറഞ്ഞോ, കൊല്ലും ഞാൻ. അത് ഹരി. ഏത് കരി? രാമുണ്ണി മേനോന്റെ മകൻ. നമ്മുടെ രേവതി കമ്പനികളുടെ രാമുണ്ണി മേനോനോ? അതെ. അമ്പടാ, അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചത്? കൊല്ലും ഞാൻ പറഞ്ഞു. ഗുരുവായൂരപ്പാ, രക്ഷപ്പെട്ടു. ഇപ്പഴാ നീ എന്റെ മോളായത്. നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് എനിക്ക് അറിയാവടി പിടുക്കി. തേങ്ങ വന്നിരിക്കുന്നു. പേട്ട തേങ്ങ കൊണ്ടുപോകാൻ പറയണം. തന്റെ നല്ല തേങ്ങ ഞാൻ വാങ്ങിച്ചു തരാം. അല്ല, തേങ്ങ കൂന്നപ്പിള്ള. അയ്യോ, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സംഗതി അതുകുൽത്താക്കരുത്. എല്ലാം പറഞ്ഞ പോലെ.
ഹലോ മിസ്റ്റർ ഹരി ഇല്ലേ? ഹലോ 6 ലക്ഷം രൂപയല്ലേ? അത് വേണ്ട, എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിങ് അയച്ചാ മതി. ബോംബെ എന്നുള്ള 7 ലക്ഷം അതെ അച്ഛന്റെ പേരിലെങ്കിൽ ചെയ്താ മതി. ബെൻസ് വേണം, ഉടനെ കിട്ടണം. ഈ അംബാസഡർ കാറിലൊന്ന് യാത്ര ചെയ്യാൻ വയ്യെന്നേ. അതേന്നേ, ഞാൻ ആ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അത് ഉടനെ അങ്ങ് എത്തിക്കണം. ശരി, വെക്കട്ടെ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ മിസ്റ്റർ ഗോവിന്ദപിള്ള. തേങ്ങാ ഗോവിന്ദപിള്ള. എന്തോന്നാടെ തേങ്ങ? മല്ലികയുടെ അച്ഛൻ. അയ്യോ അമ്മാവ, ഞാൻ അറിഞ്ഞില്ല അമ്മാവ, ക്ഷമിക്കണം. സാരമില്ല, ഇനിയല്ലേ അറിയാൻ പോകുന്നത്. മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ. നേരെ വാ നേരെ പോ. അല്ല, നമുക്കിനി എന്ന് കല്യാണം നടത്താം? എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ എന്റെ ഒരു അല്ല, അതിനു മുൻപ് അച്ഛനെയും അമ്മയും അറിയിക്കണ്ടേ? അവിടെ ആയി കുഴപ്പം. അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റായുടെയും ബെർളയുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക. ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക. പക്ഷെ ഒരു കാര്യം, ഞാൻ മല്ലികയല്ലാതെ വേറെ ആരേ ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കത്തില്ല. ഒരൊറ്റ നിർബന്ധമാണ്. അപ്പോ ഇനി എന്തോ ചെയ്യും? ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം. അപ്പോ അച്ഛനറിഞ്ഞാലോ? കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ? ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം 1 കോടി രൂപയുണ്ട്, അറിയോ? അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. പിന്നെ നിങ്ങളെ അങ്ങ് സ്വീകരിക്കും. ഞാനാണേലും അത്രേ ചെയ്യൂ. അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നാളെ തന്നെ നിശ്ചയവും മോതിരം മാറ്റവും നടത്താം. നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി. മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ. പക്ഷെ ചില ചില്ലറ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ലെന്നേ. എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളും. അമ്മാവന് തീർച്ചയാണോ? ഷുഗർ ഷുഗർ. നമ്മൾ ഈ ആഴ്ചയിൽ ഒരിക്കൽ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോൻ അദ്ദേഹത്തിനെ കാണാൻ പോകുന്നതിന് എന്താ ചെലവെന്ന് നിനക്കറിയോ? വണ്ടിക്കൂലി, വള്ളക്കൂലി, യാത്ര ചെലവ് എല്ലാം ചേർന്ന് 100 രൂപയെങ്കിലും ആവും. പിന്നെ പോവാതെ പറ്റൂ? അങ്ങേരെ കണക്കപ്പിള്ളിയും കാര്യസ്ഥനും വക്കീലും ഒക്കെ നിങ്ങളല്ലേ? അങ്ങേര് സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം 400 രൂപ ലാഭം. നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം. ഇനി ബിസിനസ് മുഴുവനും പൊളിഞ്ഞ് 8 ഫാക്ടറി ഒരുമിച്ച് അടച്ചാലും മേനോനദ്യ നടുമുറം വിടില്ല. 400 രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ 200 രൂപയുടെ ഒരു സാരി ഞാൻ നിനക്ക് മേടിച്ചു തരും. നിങ്ങൾ പറഞ്ഞത് കാര്യമാണോ? ആ. സാരി വരുമോ? അതോ കാര്യം കഴിയുമ്പോ വാക്ക് മാറുമോ? എടി മണ്ടി, 12 കാലം ഈ ശങ്കരൻകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമായില്ല അല്ലേ? ഇല്ലഞ്ഞിട്ടല്ലേ എടുത്തു ചോദിച്ചത്. കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു. നിന്റെ അച്ഛനാണ് നിനക്കൊരു സാരി ഞാൻ മേടിച്ചു തരും. ശരി.